അപ്പോൾ പഴയ താനൂരല്ല ഇപ്പോഴത്തെ താനൂർ എന്ന് പറഞ്ഞാൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷം. അതാണ് മൊത്തത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വോട്ട് വന്നു എന്നുള്ള നമ്മൾ CPM സാധാരണ അവകാശപ്പെടുന്ന ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന BJPയുടെ വോട്ടും അതുപോലെ തന്നെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന മറുഭാഗത്തിൻ്റെ വോട്ട്, രണ്ട് വോട്ടും കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. അത് ജമാഅത്തെ ഇസ്ലാമി എൻ്റെ നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. മൂപ്പർ അവകാശപ്പെടുന്നത് ജമാഅത്തിൻ്റെ കിട്ടി എന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എന്താണ് അവരുടെ നിലപാട് അവർ പരസ്യമായി പറയാത്തതുകൊണ്ട് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വലിയ ഒരാവേശം മണ്ഡലത്തിനകത്തുണ്ട്. പ്രത്യേകിച്ചിട്ട് CPMന് ഏറ്റവും വലിയ സ്വാധീനമുള്ള CPMൻ്റെ ജില്ലാതല നേതാക്കന്മാർ, അവരുടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ഒരു പഞ്ചായത്താണ് താന്നാള് പഞ്ചായത്ത്. ആ താന്നാള് പഞ്ചായത്തിലെ ഭരണം മാറി എന്നത് മാത്രമല്ല 17 സീറ്റോടെയാണ് UDF അധികാരത്തിലെത്തിയിട്ടുള്ളത്. 24-17 സീറ്റ്, അതും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷമാണ് ജയിച്ച സ്ഥാനാർത്ഥികൾക്കൊക്കെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തോടു കൂടെ നിന്നിരുന്ന സമൂഹം ഒന്നടങ്കം UDFന് അനുകൂലമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് മണ്ഡലത്തിലും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ചിട്ട് ചെറിയമുണ്ട പഞ്ചായത്തിൽ തന്നെ വലിയ വികസനം നടന്ന് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന മേഖലയിൽ പോലും, അല്ലെങ്കിൽ മണ്ഡലത്തിൽ നടന്നു എന്ന് അവകാശപ്പെടുന്ന മേഖലയിൽ പോലും UDF കഴിഞ്ഞ പ്രാവശ്യം തോറ്റ സീറ്റുകളിൽ പോലും വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അത് ശരിക്കും ഒരു ടെസ്റ്റ് ഡോസാണ് ശരിക്കും. കാരണം താനൂരിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഒന്ന് പൊന്മുണ്ടും ഒന്ന് നിറമരുതൂരാണ്. അതിൽ നിറമരുതൂരിനെ ഒരു ഡിലിമിറ്റേഷൻ സമയത്ത് പേര് മാറ്റി താനാളൂരാക്കിയിട്ട് അവർ ഭരിക്കുന്ന പഞ്ചായത്ത് എന്നുള്ള നിലക്ക് താനാളൂരും, കഴിഞ്ഞ നിറമരുതൂർ പഞ്ചായത്തും, പിന്നെ ഒഴൂരിൽ CPMന് ഏറെ മെജോറിറ്റി ഉള്ള ഒരു ബ്ലോക്കും, അഥവാ ഒഴൂർ ബ്ലോക്ക് എന്ന് പറഞ്ഞ ബ്ലോക്ക് ഡിവിഷൻ, ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് CPMന് പൂർണ്ണമായി മലപ്പുറം ജില്ലയിൽ ലഭിക്കാവുന്ന ഉറച്ച ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന നിലക്കാണ് മന്ത്രി അടക്കം ഇടപെട്ട് മാറ്റി എന്നുള്ളതാണ് നമുക്കന്ന് അറിയാൻ കഴിയും. അതിൻ്റെ സ്ട്രക്ചറും അങ്ങനെ തന്നെയാണ്. പക്ഷേ AP ഉണ്ണികൃഷ്ണൻ്റെ മകൾ സ്മിജിയാണ് അവിടെ മത്സരിപ്പിച്ചത്. സത്യത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു, സാദിഖലി തങ്ങൾ വിളിച്ചിട്ട് ഇങ്ങനെ സ്മിജിയാണ് തങ്ങളെ അവിടെ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞു. കുഞ്ഞാൽ സാഹിബ് വന്നു, മണ്ഡലത്തിൽ വന്നു. അപ്പോൾ നമുക്ക് സത്യത്തിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ 2000 വോട്ടോളം CPMന് ലീഡ് വരുന്ന ഒരു മേഖലയാണ്. പക്ഷേ വോട്ടെണ്ണിയ സമയത്ത് 6800-ലധികം വോട്ടാണ് സ്മിജിക്ക് ലീഡായിട്ട് വന്നത്. സത്യത്തിൽ അത്ഭുതപ്പെടുത്തിയ ലീഡാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വിങ് കഴിഞ്ഞ കാലം CPMനെ കണ്ണടച്ച് വിശ്വസിച്ച വലിയ ഒരു വിഭാഗം ആളുകൾ ഈ പ്രാവശ്യം മാറി ചിന്തിച്ചു എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. അത് നിയമസഭയിൽ ഉണ്ടാവുമെന്ന് പറയാൻ കാരണം ഈ ഇലക്ഷനിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷനിൽ ഈ ഘടകങ്ങൾ, ഈ മണ്ഡലത്തിൽ വലിയ വികസനം നടത്തി എന്ന് അവകാശപ്പെടുന്ന മന്ത്രി, അതുപോലെ തന്നെ CPMൻ്റെ ജില്ലാതല നേതാക്കന്മാർ ഉള്ള മണ്ഡലം എന്ന നിലക്ക് അവർ ഈ മണ്ഡലത്തിൽ വളരെ കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചിട്ട് പോലും അവരുടെ വികസന നേട്ടങ്ങൾ വെച്ച്, അല്ലെങ്കിൽ അവരുടെ വികസന നേട്ടങ്ങളെന്ന് അവകാശപ്പെടുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്ത് ഈ പഞ്ചായത്ത് ഇലക്ഷനെ നേരിട്ടത്. മാത്രമല്ല MLA എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് താന്നാള് പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വാർഡുകളിൽ അവർ മത്സരിച്ച് ജയിച്ച വാർഡുകളിലൊക്കെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കീറി മുറിച്ച റോഡുകളെല്ലാം അവർ പുനരുദ്ധരിച്ചിരുന്നു. പക്ഷേ ആ വാർഡുകളടക്കം വലിയ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നിലപാടും കൂടി ഈ ഇലക്ഷനിൽ എടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് കേവലം ഒരു പഞ്ചായത്തിലെ വാർഡിലെ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചമായിരുന്നല്ല ശരിക്കും. ഇതിലൊരു കേരളത്തിലെ ഇപ്പോഴത്തെ ആനുകാലിക പൊളിറ്റിക്സും കൂടി ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇലക്ഷനാണ്. ആ നിലക്കാണ് റിസൾട്ട് വന്നത്. അതിനെ തന്നെ ലെവലിൽ തന്നെ ആയിരിക്കും ഈ ഇലക്ഷന് വരാം. മറ്റൊന്ന്, ഈ സ്റ്റാർ സ്ഥാനാർത്ഥികളാണ് എപ്പോഴും താനൂര് ഒരു കടുത്ത മത്സരത്തിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതെപ്പോഴും തിരിച്ചടിയാവുന്ന സാഹചര്യമുണ്ട്. അവിടെ പരിചയമുള്ള ബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ താങ്കളുടെ പേര് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ഉയർന്നു കേൾക്കുന്നുണ്ട്. താല്പര്യമുണ്ടോ? പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അത് ഒന്നാമത്തെ ഇലക്ഷന് താനൂരിനെ സംബന്ധിച്ചിടത്തോളം
എന്നും സ്റ്റാർ സ്ഥാനാർത്ഥികൾ വന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. CH മുതൽ പിന്നെ സീതി ഹാജി, അതേപോലെ തന്നെ സെയ്ദുമർ വാഫക്കി തങ്ങൾ, അഹമ്മദ്, അങ്ങനെ ഒരുപാട് സ്റ്റാർ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലമാണ് താനൂർ. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് 2011 ശേഷം 2011 സത്യത്തിൽ അവിടെ മണ്ഡല പുനർനിർണ്ണയം നടക്കുന്നത്. അപ്പോൾ മണ്ഡല പുനർനിർണ്ണയത്തിലെ താനൂരിൻ്റെ സ്ട്രക്ചർ മാറിയിട്ടുണ്ട്. താനൂരിന് വലിയ ഭൂരിപക്ഷം കിട്ടിയിരുന്ന പിന്നെ നെല്ലമ്പറ, തെന്നല, പെരുമണ്ണ, എടരിക്കോട്, പിന്നെ പഞ്ചായത്ത് പറപ്പൂർ പഞ്ചായത്തുകളൊക്കെ ഈ ഡിലിമിറ്റേഷൻ വന്നപ്പോൾ മണ്ഡല പുനർനിർണ്ണയം വന്നപ്പോൾ തിരുവങ്ങാടിയിലേക്കും പറപ്പൂർ വേങ്ങരയിലേക്കും പോയി. അപ്പോൾ പഴയ താനൂരല്ല ഇപ്പോഴത്തെ താനൂർ എന്ന് പറഞ്ഞാൽ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം. അതാണ് മൊത്തത്തിൽ. പക്ഷേ താനൂരിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ സ്ഥാനാർത്ഥികൾ ജയിച്ച ചരിത്രമാണ് ഇക്കാലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായതെന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വോട്ട് വന്നു എന്നുള്ള, നമ്മൾ CPM സാധാരണ അവകാശപ്പെടുന്ന ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന BJPയുടെ വോട്ടും, അതുപോലെ തന്നെ പിന്നെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന മറുഭാഗത്തിൻ്റെ വോട്ട്, 2 വോട്ടും കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. അത് ബൂത്ത് തലത്തിൽ തന്നെ BJPയുടെ വോട്ടിൻ്റെ പരിശോധന നടത്തി കഴിഞ്ഞാൽ താനൂർ മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് 7-8 കൗൺസിലർമാരുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് എടുത്തു കഴിഞ്ഞാൽ BJP 3-ാം സ്ഥാനത്താണ് മുനിസിപ്പാലിറ്റിയിൽ. സത്യത്തിൽ BJP എന്ത് ചെയ്യണം, 1-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനത്ത് വരേണ്ടതാണ്. മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് അനുസരിച്ച് 2-ാം സ്ഥാനത്ത്, പക്ഷേ BJP 3-ാം സ്ഥാനത്തൊക്കെ പോയത്. ആ BJPയുടെ ഒരു വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതും, അതുപോലെ തന്നെ മറുഭാഗത്ത് തന്നെ നമുക്കറിയാം മറ്റുള്ള സംഘടനകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ. ജമാഅത്തെ ഇസ്ലാമി എൻ്റെ നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. മൂപ്പർ അവകാശപ്പെടുന്നത് ജമാഅത്തിൻ്റെ കിട്ടി എന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എന്താണ് അവരുടെ നിലപാട് അവർ പരസ്യമായി പറയാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ SDPI പോലത്തെ സംഘടനകൾ വോട്ടുകൾ കിട്ടി എന്ന് അവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി തന്നെ തുറന്ന് സമ്മതിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരിക്കലും സാധ്യം അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കൂട്ടുകെട്ടാണ് കഴിഞ്ഞത്. അല്ലെങ്കിൽ ഫിറോസ് സാഹിബ് സത്യത്തിൽ അവിടെ വിജയിക്കേണ്ടത് തന്നെയാണ്. ഇത്തവണ താങ്കളുടെ പേര് ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്, മത്സരിക്കാൻ താല്പര്യമുണ്ടോ? അല്ല, അത് പൊതുവെ സ്ഥാനാർത്ഥി ഒരു നമുക്കറിയില്ല, ഇലക്ഷൻ വരുന്ന സമയത്ത് പഴയ കാലത്ത് വ്യത്യസ്തമായി സോഷ്യൽ മീഡിയ ഒരു കാലം. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് ആഗ്രഹമുള്ള ആളുകളെ പറയുന്നു എന്നുള്ളൂ. പാർട്ടി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള പിന്നെ കാര്യങ്ങൾ അവർ പരിശോധന നടത്തി മണ്ഡലത്തിലെ വിജയസാധ്യത, അതുപോലെ തന്നെ പാർട്ടി പരിഗണിപ്പം നമുക്കറിയാം UDF സംവിധാനമാണ്. സ്വാഭാവികമായിട്ട് അതെല്ലാം പരിഗണിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പിന്നെ ആരായാലും പാർട്ടി പ്രവർത്തനം എന്ന സംബന്ധിച്ചത് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കാൻ തയ്യാറാവും. അപ്പോൾ നമ്മൾ ഉൾപ്പെടെ അടിത്തട്ടിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് മത്സരിക്കണം എന്നാണ്, അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, അതൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെ ഒരു പിന്നെ അടിത്തട്ടിലോ മറ്റോ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു അതിനനുസരിച്ച് കൂടെ നിൽക്കുന്ന പ്രവർത്തകരും അണികളുള്ളൊരു പാർട്ടിയാണ് മറ്റതൊക്കെ കേവലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുന്ന പ്രചരണങ്ങളാണ്. വലിയ വിജയത്തിന് ഇപ്രാവശ്യം താനൂർ സാക്ഷ്യമില്ല. താനൂർ വലിയ വിജയമുണ്ടായിരിക്കും. അതിൻ്റെ മുന്നോടിയാണ് നമ്മൾ ഈ യാത്രക്ക് തന്നെ കിട്ടുന്ന സ്വീകാര്യത, ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലെങ്കിൽ പോലും കിട്ടുന്ന സ്വീകാര്യത മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ ഒരു അലസതയിൽ നിൽക്കുന്ന സമയം, ആ സമയത്ത് പോലും ഇതിന് കിട്ടുന്ന സ്വീകാര്യത ഈ ഇടതുപക്ഷത്തിനെതിരെയുള്ളൊരു വികാരവും മണ്ഡലത്തിലെ വികസനം മുരടിപ്പിനുള്ള ഒരു പ്രതിഷേധവുമാണ്. മറ്റൊന്ന്, മന്ത്രി തിരക്കിട്ട് ഒരുപാട് ഉദ്ഘാടനങ്ങൾ കഴിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. എങ്ങനെ നോക്കിക്കാണാം? അത് താനൂരുള്ളവർക്ക് അതിൽ ഒരു അത്ഭുതമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2021 ഇദ്ദേഹം ഇതേപോലെ തന്നെ ഒരുപാട് ഉദ്ഘാടനം നടത്തിയിരുന്നു. ആ ഉദ്ഘാടനം നടത്തിയ പദ്ധതികളൊന്നും ഇതുവരെ പൂർത്തീകരിച്ചില്ല. 2021 ഇലക്ഷന് തൊട്ട് മുന്നാണ്, നോട്ടിഫിക്കേഷൻ വരുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പിന്നെ നമ്മളുടെ KT ജലീൽ കോളേജിന് തറക്കല്ലിട്ട്. ഇപ്പം 5 വർഷമായി ഇതുവരെ ആ കോളേജിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോ പദ്ധതികളും അദ്ദേഹം ഇതേപോലെ തന്നെ ഹാർബറിൻ്റെ ഉദ്ഘാടനം നടത്തി. ഇതുവരെ ഹാർബറിൽ ആകെ ഉദ്ഘാടനം നടത്തി ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്യുന്നവർക്ക് ഫീസ് അടക്കം വാങ്ങിയെന്നല്ലാതെ ഹാർബറിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണെന്ന് പറയാനാണ്. തീർച്ചയായിട്ടും ഗിമ്മിക്കുള്ള കേരള അസംബ്ലി മണ്ഡലങ്ങളിൽ താനൂരുണ്ട് എന്നുള്ളത് സങ്കടകരം തന്നെ.